കടയ്ക്കാവൂർ, വക്കം, മണമ്പൂർ മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി നടത്തിയ കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷൻ ധർണ കടയ്ക്കാവൂർ മണ്ഡലം പ്രസിഡന്റ് ജബ്ബാർ സാഹിബ് അവറുകൾ അധ്യക്ഷത വഹിക്കുകയും വക്കം മണ്ഡലം പ്രസിഡന്റ് അജിത്ത് സ്വാഗതം പറയുകയും ചെയ്തു. തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമാൻ ആനന്ദ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും മുഖ്യപ്രഭാഷണം ദളിത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ അനൂപ് നിർവഹിക്കുകയും ചെയ്തു. ആശംസാ പ്രസംഗങ്ങൾ ആറ്റിങ്ങൽ ബ്ലോക്ക് പ്രസിഡന്റ് വക്കം വിഷ്ണു, മണമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സവാദ് ഖാൻ, മണമ്പൂർ മണിക്കുട്ടൻ, മണനാക്ക് ഷിഹാബ്, മണമ്പൂർ അസീസ്, ദളിത് കോൺഗ്രസിൻ്റെ ചിറയൻകീഴ് ബ്ലോക്ക് പ്രസിഡന്റ് സുജിത് മോഹൻ, താലൂക്ക് സെക്രട്ടറി നഹ്മത്തുള്ള, പാലാങ്കുണം ജമാൽ, ഷിറാസ്, സുധീർ, കവലയൂർ മുരുകൻ, കൃഷ്ണകുമാർ, സന്തോഷ്, അനിക്കുട്ടൻ മുതലായവർ സംസാരിക്കുകയും ചെയ്തു. ഈ പയ്യനെ പിടിച്ചു കൊണ്ടുപോകുന്ന പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറ്റുന്ന സമയം മുതൽ അവനെ പുറത്തേക്ക് ഇറക്കുന്ന സമയം വരെയുള്ള സ്റ്റേഷനകത്തുള്ള CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഏറ്റവും അവസാനം 2 വർഷത്തോളം നിയമ പോരാട്ടം നടത്തിയതിന് ശേഷം മാത്രമാണ് ഈ CCTV ദൃശ്യം ഒന്ന് പുറത്തേക്ക് വിടാൻ തയ്യാറായത്. ആ CCTV ദൃശ്യം പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് എന്താ? കേരള മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്, ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ ഈ പറയുന്ന മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അപ്പോൾ ഇത് ഇത്രയും കാലം മൂടി വെക്കപ്പെടുകയായിരുന്നു. അധികാരികൾ എല്ലാവരും അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. പോലീസുകാർക്കെതിരെ എന്തെങ്കിലും പരാതി സാധാരണക്കാരായ പൗരന്മാർക്കുണ്ടെങ്കിൽ അതിന് പരാതിയുമായി അവർ സമീപിക്കേണ്ടത് ഈ പറയുന്ന പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയാണ്. ആ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരവസ്ഥാവിശേഷമാണ് വന്നു ചേർന്നിരിക്കുന്നത്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് പരാതി കൊടുത്തിട്ട് കാര്യമുണ്ടോ? SI ഒരു കുറ്റകൃത്യം ചെയ്താൽ CIക്ക് പരാതി കൊടുത്തിട്ട് കാര്യമല്ല, CI ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ആ പരാതിയുമായി നമ്മൾ DYSPക്ക് പോയാൽ DYSP പിണറായി വിജയനും ആ ശശിക്കും വേണ്ടി കുഴലൂത്ത് നടത്തുന്നവരാണ്. കാര്യം ഈ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും വെള്ള പൂശാനായിട്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുമല്ല, ചിലർ കാക്കിയിട്ട കാട്ടാളന്മാരായി മാത്രമാണ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളെ ഉപദ്രവിക്കുക. എന്തിനേറെ പറയുന്നു, തിരുവനന്തപുരം ജില്ലയിൽ ഒരു പാവപ്പെട്ട വീട്ടമ്മ അല്ലേ, ബിന്ദു. ആ വീട്ടമ്മ ഒരു വീട്ടിൽ പണിക്ക് പോകുന്നു. അവർ പല വീടുകളിൽ പോയി പണി എടുത്താണ് അവരുടെ കുഞ്ഞു കുട്ടികളെ അവരുടെ പഠനത്തിന് വേണ്ടി, അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവർ പുലരുവോളം പണിയെടുത്തതിന് ശേഷമാണ് ഈ പറയുന്ന പണം സംസാരിക്കുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും ഈ പ്രതിഷേധ സംഗമം നടക്കുക. ഈ പ്രതിഷേധ സംഗമത്തിൻ്റെ അധ്യക്ഷൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറെ പ്രിയങ്കനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി MJ ആനന്ദ്, ഏറെ പ്രിയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റും വക്കം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ വിഷ്ണു അടക്കം ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, മഹിളാ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ദളിത് കോൺഗ്രസിലെ നേതാക്കന്മാരെ, ഇന്ന് ഈ പ്രതിഷേധ സംഗമം നടത്തുന്നതിനെക്കുറിച്ച് ആധികാരികമായി ഉദ്ഘാടകർ ഇവിടെ സംസാരിക്കും. കേരളം ഒരു യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹം അമ്പലത്തിലെ ഒരു പൂജാരിയായി നിൽക്കുമ്പോൾ ആ അമ്പലത്തിലുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ ദൃശ്യ മാധ്യമങ്ങളിൽ 2 വർഷത്തിൽ നിയമ പോരാട്ടത്തിനുള്ളിലാണ്
ആ ദൃശ്യം നമുക്ക് ലഭ്യമായി. അന്ന് ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നു. ഈ പരാതിയിൽപ്പെട്ട പോലീസുകാർക്കെതിരെ നടപടി എടുക്കണമെന്ന് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി തീരുമാനമുണ്ട്. എന്നിട്ട് അവർക്ക് തീരുമാനമെടുത്ത പോലീസുകാർക്ക് ചെയ്തു കൊടുത്തത് പോലീസുകാർ ചെയ്തു കൊടുത്തത് SI ആയിരുന്നവരെ സർക്കിൾ ഇൻസ്പെക്ടറാണ്, സർക്കിളായിരുന്നവരെ ഡിവൈഎസ്പി കൊടുത്തു. ഇതാണ് ആദ്യം ചെയ്ത പണിഷ്മെന്റ്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിലെ പോലീസ് സംവിധാനം ഇത്ര ഒത്തുകെട്ട തലത്തിലേക്ക് ഒരു കൂലിത്തല്ലുകാരുടെ രീതിയിലേക്ക് മാറുന്ന ഒരു കാലഘട്ടവും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും ആഭ്യന്തരവകുപ്പും ഒരാളാണ് കൈകാര്യം ചെയ്തത്. കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് നടന്ന കൊള്ളരുതായ്മ, ആ കൊള്ളരുതായ്മ തലക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു നടപടിക്രമങ്ങളുമായി ഇത്രയും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ നമ്മുടെ ഈ പ്രതിഷേധ സദസ്സിന്റെ അധ്യക്ഷൻ കടക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട MA ജബ്ബ, സ്വാഗത പ്രസംഗം നടത്തിയ പ്രിയപ്പെട്ട മക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് SD അലി, പ്രിയപ്പെട്ട മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നമ്മുടെ ഇന്നത്തെ ഈ പ്രതിഷേധ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MJ ആനന്ദ്, എനിക്ക് മുന്നേ സംസാരിച്ച പ്രിയപ്പെട്ട അനൂപ് അടക്കം ഇതിൽ പങ്കെടുക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട പോഷക സംഘടനയുടെ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് KPCCയുടെ നിർദ്ദേശാനുസരണം നമ്മുടെ സംസ്ഥാനത്ത് 140 നിയോജക മണ്ഡലങ്ങളിലെയും പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ഇതുപോലൊരു പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് എനിക്ക് മുന്നേ പ്രസംഗിച്ച നേതാക്കന്മാർ വളരെയധികം വിശദമായി തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനത്തെ P. ശശിയെ പോലെയുള്ള തെമ്മാടികൾ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എത്രയും സ്നേഹവും ബഹുമാനം തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിലായിട്ടുള്ളവർ എല്ലാവരോടും ബഹുമാനം തന്നെയാണ്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഗുണ്ടകളുമുണ്ട്, നാറികളുമുണ്ട്. ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുവാനുള്ളത്, തീക്കൊള്ളിക്കൊണ്ട് തലകുറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം വളരെയധികം വലുതായിരിക്കും. യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ പണ്ടത്തിൽ നിന്ന് വളരെയധികം വിഭിന്നമായി ഗാന്ധിജിയുടെ മാർഗങ്ങളൊക്കെ വിട്ട് കിട്ടിയാൽ തിരിച്ചു കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സമരത്തിൽ പങ്കെടുത്ത, ഈ പ്രതിഷേധ സദസ്സിൽ പങ്കെടുത്ത എല്ലാ പ്രവർത്തകരെയും RTV ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ സുജിത് മോഹനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സ്വാഗത പ്രാസംഗികൻ, ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത ശ്രീ ആനന്ദ്, ഇവിടെ എത്തിച്ചേർന്ന മണ്ഡലം പ്രസിഡന്റുമാർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെ സുഹൃത്തുക്കൾ, കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ ഒരു സംഭവം ഒരു നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി കടക്കാവൂർ, വക്കം, മണമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ഈ പ്രതിഷേധ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ MJ ആനന്ദ്, ഈ യോഗത്തിൽ സംസാരിച്ച് കടന്നുപോയ ശ്രീ അനൂപ്, മറ്റ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നേതാക്കന്മാരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ദളിത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും സജീവ സാന്നിധ്യങ്ങളായ നേതാക്കന്മാരെ, പ്രവർത്തകരെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും രാവിലെയും വൈകിട്ടുമായി നടക്കുന്ന ഈ ജനകീയ സദസ്സിന്റെ ഭാഗമായി ഈ കടക്കാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി, മണമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി, വക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധമായ ഭാവങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കോൺഗ്രസിന്റെ കടക്കാവൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ദത്ത, ഈ യോഗം ഇതോടുകൂടി അവസാനിക്കുകയാണ്.